അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഉപ്പായൊക്കെ തയ്ച്ച് കാത്തിരിക്കുകയാണ് കെ.സി. വേണുഗോപാലൊക്കെ. അപ്പം കെ.സി. വേണുഗോപാലിനെ കോൺഗ്രസ്സുകാർക്ക് അത്ര വിശ്വാസമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കെ.സിയും പണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കെ.സി. വേണുഗോപാലും കൂട്ടരും ഒക്കെ കൂടെ പഞ്ചാബിൽ കാട്ടിക്കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ. അവസാനം പഞ്ചാബിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ വേരോടെ അവിടെ നിന്ന് അറുത്തെടുത്തു. കോൺഗ്രസിനെ അവിടെ ഇല്ലാതാക്കി. ഇത് തന്നെ കേരളത്തിലും സംഭവിക്കുമോ എന്നൊരു പേടി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിയാല് പലയിടങ്ങളിലും നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഏറെക്കാലം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്നവരാണ് ഷീലാ ദീക്ഷിത്. അപ്പൊ ആ ഷീലാ ദീക്ഷിതിന് ശേഷം പിന്നീട് ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് കയറുന്ന കാര്യമൊക്കെ ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ആം ആദ്മി പാർട്ടി വരുന്നു. അതോടുകൂടി ഡൽഹി രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പതുക്കെ പതുക്കെ ഇല്ലാതെ ആയിക്കൊണ്ട് ഇപ്പോ രേഖ ഗുപ്ത ഡൽഹിയുടെ മുഖ്യമന്ത്രി ആകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അജയ് മാക്കാൻ അടക്കമുള്ള അവിടുത്തെ PCCയിലുള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ട് ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആൾക്കാർക്കെതിരായി കേസ് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് മനീഷ് സിസോദിയും ഒക്കെ അടങ്ങുന്ന മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങളിലേക്ക് പോയി ഒടുവിൽ ഇപ്പോ അരവിന്ദ് കെജ്രിവാള് പുകഞ്ഞ പള്ളി പോലെ ആകുന്നു. ഇപ്പൊ രാഘവ് ചദ്ദയെ പോലുള്ള ചെറുപ്പക്കാരായ നേതാക്കന്മാരും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു 10 പേരോളം പഞ്ചാബിൽ നിന്നും ഇപ്പം കൂട്ടപ്പലായനം ചെയ്യുന്നു. ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ഭവിഷ്യത്ത് അവിടുത്തെ ആ സെക്കൻഡ് പാർട്ടിയായി നിന്ന ഒന്നിനെ അവിടെ ഇന്ന് അമരീന്ദർ സിംഗിനെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് അവിടെ കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു കളി കളിച്ചത്. പക്ഷെ എന്നാൽ ഇപ്പം വീണത് ശരിക്കും കോൺഗ്രസ് പാർട്ടിയാണ്. അവിടെ നിന്ന് അതിനെ തുടർന്ന് അവിടെ ഉണ്ടായ ഒരു രാഷ്ട്രീയ മാറ്റത്തെ തുടർന്ന് പലരും കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടുത്തെ PCCയിൽ ഉണ്ടായിരുന്ന PC അധ്യക്ഷന് ആയിരുന്നു എനിക്ക് തോന്നുന്നു സിദ്ധു, നവജോത് സിംഗ് സിദ്ധു. പുള്ളി പഴയ ക്രിക്കറ്ററാണ്. അപ്പം അദ്ദേഹം വരെ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? രാഘവ് ചദ്ദ അടക്കമുള്ള ആൾക്കാർ ആം ആദ്മി പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് ചേക്കേറുമ്പോൾ അവിടെ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ആം ആദ്മി പാർട്ടി അവിടെ ഇല്ലാതാവുകയും BJPക്ക് വരാൻ പോകുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ കളം പിടിക്കാനുള്ള അവസരം ഒരുങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ പഞ്ചാബിൽ നടക്കുന്ന ഒരു സവിശേഷമായ ഒരു കാര്യം. BJP ഒരു സൈഡിൽ നിന്നെല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഒതുക്കാൻ വേണ്ടി ചെറിയ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പൊ ആം ആദ്മി പാർട്ടി പൊതുവെ ചെറിയ പാർട്ടിയാണ്. അപ്പൊ ആ ആം ആദ്മി പാർട്ടിയെ കൂട്ടുപിടിക്കുന്നു. ആം ആദ്മി പാർട്ടിയിലെ നേതാക്കന്മാരെ ഇങ്ങോട്ട് എടുക്കുന്നു. അതിനകത്ത് ED അങ്ങനെ തുടങ്ങി ഒരുപാട് ഭയപ്പെടുത്തലുകളുണ്ട്. ED, കസ്റ്റംസ്, CBI ആ ഭയപ്പെടുത്തലുകളൊക്കെ അവിടെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇത് പിടിച്ചെടുക്കുന്നത്. ഇതിനെല്ലാം വഴിമരുന്ന് ഇട്ടുകൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടി. എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്തുള്ള തമ്മിത്തല്ലും ആശയഭിന്നതയും കാരണം മറ്റു പാർട്ടികൾക്ക് ഇവയെ വിഴുങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ നോക്കൂ. കേരളത്തില് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഏകദേശം ഒരാഴ്ചക്കകത്ത് ബാക്കി നിൽക്കുന്നു. അടുത്ത തിങ്കളാഴ്ചയോട് കൂടി ഫലം വരികയാണ്. അപ്പം ഈ ഒരു സാഹചര്യം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിർണായകമാകേണ്ടത് മുഖ്യമന്ത്രി ചർച്ചകളോ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തല്ലുപിടികളോ അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ പറയുന്ന എത്ര സീറ്റുകൾ ലഭിക്കും, എങ്ങനെ ആയിരിക്കണം സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചർച്ചകൾ വരുന്നതിന് പകരം മന്ത്രിമാരെയും മുഖ്യമന്ത്രിക്കും വേണ്ടിയിട്ടല്ലേ അവരുടെ ഒരു വ്യയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം CPMന്റെ സംവിധാനത്തിൽ നിന്ന് എപ്പോഴെങ്കിലും ആ രീതിയിലുള്ള ഒരു ചർച്ചയോ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ടോക്കോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പം ഒരു കാവൽ മന്ത്രിസഭയാണ് ഇപ്പം നിലവിലുള്ളത്. ഇവര് പ്ലാൻഡ് ആണ്. അടുത്ത 5 വർഷം കൂടി കിട്ടിക്കഴിയുമ്പോൾ 5 വർഷം എന്തൊക്കെ തുടക്കത്തിൽ ഞങ്ങൾ ഏത് പദ്ധതിയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. കാര്യം അവർ തുടർഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് DV അല്ലെങ്കിൽ LDF എന്ന് പറഞ്ഞാൽ. അവർ ആ രീതിയിൽ ആ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അല്ല ആര് മന്ത്രിയാകും ആരിതാവുന്നല്ല. അവർക്ക് ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ അനുസരിക്കും. ഇതാണ് പാർട്ടിയുടെ അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന മുന്നണിയുടെ ഒരു സ്ഥിതി. അതാണ് ഇവിടെ അങ്ങനെയല്ല. എല്ലാവരും നേതാക്കന്മാരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിക്ക് ഒരു നേതൃത്വം ഇല്ല. നേതൃത്വം ഇപ്പൊ സണ്ണി ജോസഫ് ആണെങ്കിൽ സണ്ണി ജോസഫിനൊക്കെ എന്ത് വിലയുണ്ട്? നേതൃത്വത്തിനിടയിൽ നേതൃത്വം എന്ന് പറയുന്നതല്ലാതെ വല്ല വിലയുണ്ടോ? ഇല്ല. ഇപ്പൊ KPCC അധ്യക്ഷന് അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് എന്തെങ്കിലും വിലയുണ്ടോ? കഴിഞ്ഞ ദിവസം ഏതോ പറഞ്ഞ പടുകളവനെ അവിടെ പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പം ഈ രീതിയിൽ ഇവർക്കാർക്കും ഒരു വിലയില്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഈ BJP പലയിടങ്ങളിലും തുറന്നുകൊണ്ടിരിക്കുക. BJP എങ്ങനെ തുറക്കുന്നതെന്ന് അറിയാമല്ലോ. വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് അസ്വസ്ഥരായി നിൽക്കുന്നവരെ BJP പതുക്കെ എടുത്തോണ്ടിരിക്കുക. അതിന് ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഈ തൊടിയൂർ രാമേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാര്. എന്തുകൊണ്ടാണ്? അവിടെ CR മഹേഷുമായിട്ടുള്ള സെറ്റിലിനെ തുടർന്ന് അദ്ദേഹം പാർട്ടി വിടുന്നു. പാർട്ടി വിട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തെ ചൂണ്ടയിട്ടു. കാര്യം തൊടിയൂർ രാമേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് ആ ഭാഗങ്ങളിലുള്ള ഒരു ഒരു പ്രസക്തി എത്രത്തോളം ആണ് എന്ന് BJPക്ക് അറിയാം. ഇങ്ങനെ പലയിടങ്ങളിലും BJP അവരെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ പൈസ മുടക്കിയിട്ടായിരിക്കാം,
ചിലപ്പോൾ EDPD കാണിച്ചിട്ടായിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ അവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇനിയിപ്പോ KC വേണുഗോപാലിന്റെ രീതി എന്താ, ഇവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കുകയാണ് ഇപ്പൊ കേസ് ചെയ്യുന്നത്, ബെടക്കാക്കി തനിക്കാക്കുക. ഇനി ഇരിക്കൂർ എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ വന്നിട്ട് മത്സരിക്കാൻ പോവുകയാണ്. ഇരിക്കൂർ മണ്ഡലത്തിൽ, അതായത് ഒരു ബലിയാട് കിടപ്പുണ്ട് അവിടെ, അയാൾക്ക് കൊടുത്തിരിക്കുന്നത് എന്താ, ഇരിക്കൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ രാജ്യസഭാ സീറ്റാണ്. അതിപ്പം എന്താണ്, ഏതെങ്കിലും ഒരിടത്ത് നിന്ന്, ഒരുപക്ഷെ കേരളത്തിൽ നിന്നായിരിക്കില്ല, കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ഈ പറയുന്ന ആളിനെ, അതായത് ഒന്നീ കർണാടകയിൽ നിന്നായിരിക്കും, ഇരിക്കൂറിൽ പിന്നെ ഈ പറയുന്ന ആളിനെ അവിടെ നിന്ന് കയറ്റിവിടും. അപ്പൊ അയാൾ രാജ്യസഭ MP ആയി. അപ്പൊ ഈ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ KC വേണുഗോപാൽ ചെയ്ത്. ഇതിനു മുമ്പും ആൾക്കാർ നിന്നിട്ടുണ്ട്. AK ആന്റണി ഇതുപോലെ എന്താ പറയാ, പിന്നെ MLA ആകാതെ മുഖ്യമന്ത്രി ആയതാ, പിന്നീട് അവരുടെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ്. EK നായർക്ക് അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് പലയിടങ്ങളിലും മത്സരിച്ചിട്ട് ജയിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ വേറെ കോൺഗ്രസിന്റെ അവസ്ഥ, ഇത് ഈ പറയുന്ന AK ആന്റണിക്ക് അന്ന് പറ്റുമായിരുന്നു, പക്ഷെ AK ആന്റണിക്ക് ഇനിയും പറ്റില്ല. കോൺഗ്രസിൽ ഇനി അങ്ങനെ ഒരു നീക്കം നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരാളെ ഒതുക്കണം എന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർ തീരുമാനിച്ചാൽ ഒതുക്കും. അതിന് ഏത് രീതി, എന്ത് മാർഗം, ഇനി ദൈവം തമ്പുരാനാണെന്ന് പറഞ്ഞാൽ അയാളെ ഒതുക്കണമെന്ന് വെച്ചാൽ കോൺഗ്രസ് കാലുവാരും. അത് 100% ഉറപ്പാ. ഇപ്പൊ ഇരിക്കൂറിൽ നിന്ന് ജയിക്കുന്ന ആള് ഇവിടെ നിയമസഭയിലേക്ക് എത്തുന്നു, ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് KC വേണുഗോപാൽ പറന്നിറങ്ങുന്നു, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇനി എന്നിട്ട് അയാൾ ഇരിക്കൂറിൽ പറയാണ്, സർ രാജിവെക്കൂ, നിന്നെ ഞാൻ അവിടേക്ക് രാജ്യസഭ MP ആക്കാം. അപ്പം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പ് അവിടെയുള്ള ജനങ്ങളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് കോൺഗ്രസ്. എന്തിനു വേണ്ടിയിട്ട്, സ്വന്തം സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പണി. അവിടെ MLA ആദ്യം രാജിവെക്കുകയുള്ളൂ. MLA രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പായി കഴിയുമ്പോഴായിരിക്കും ഇവിടെ വന്നിട്ട് വരുന്നത്. അപ്പം ജനങ്ങളുടെ മേൽ 2 തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രത്യേക വൃത്തികെട്ട നയപരിപാടിയാണ് KC വേണുഗോപാൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിവിടെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമെന്നോണം അവിടുത്തെ UDFും ലീഗും അടക്കമുള്ള ഒരു കാലുവാരും. ഇപ്പൊ ലീഗിന്റെ പ്രശ്നം എന്താണ്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ താല്പര്യം VD സതീശനാണ്. VD സതീശൻ ന്യൂനപക്ഷങ്ങളോട് അനുകമ്പ കാണിച്ചുകൊണ്ട്, ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് VD സതീശൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. VD സതീശനാണ് ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ എത്രയും പെട്ടെന്ന് ഏകീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചതും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത്. പിന്നെ KC വേണുഗോപാലിനേക്കാൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഒരു പോരാളി അല്ലെങ്കിൽ ഒരു ഫൈറ്റർ എന്നുള്ള നിലയുറപ്പിച്ച ഒരാൾ VD സതീശൻ തന്നെ. അക്കാര്യത്തിൽ ആർക്കും യാതൊരു എതിരഭിപ്രായവും ഇല്ല. കൃത്യമായ ഒരു പോരാളിയും ഒരു നേതൃത്വവുമായിരുന്നു VD സതീശന്റേത്. അവിടെ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടില്ല, KC വേണുഗോപാലിനെ കണ്ടിട്ടേ ഇല്ല, K സുധാകരനെ കണ്ടിട്ടേ ഇല്ല, ഇവരെ ആരെയും കണ്ടിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായി VD സതീശൻ വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് എല്ലാ മാധ്യമങ്ങളെയും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നത്. കള്ളം പറയാന്ന് പറഞ്ഞാൽ VD സതീശൻ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കള്ളം പല ആവർത്തി പറയുമ്പോൾ അതിൽ സത്യമായി മാറുന്നു എന്നുള്ളതാണ്. അതായത് പിന്നെ എന്താ പറയാ, സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്ക് നുണ ലോകം ചുറ്റി വരുമെന്നാ പറയുന്നത്. അപ്പൊ അത്ര പവർഫുൾ ആയിട്ട് നുണ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് VD സതീശൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ജനം കൂടുതലും VD സതീശനെയാണ് എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞ് കണ്ടുകൊണ്ടിരുന്നത്. അതേസമയം KC വേണുഗോപാലിനെ അധികം കണ്ടിട്ടില്ല, രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടില്ല. രമേശ് ചെന്നിത്തല ഈ പുട്ടിന് പീര ഇടുന്ന പോലെ കുറേശ്ശെ അവിടെ ഇവിടെ കാണുന്നതിനപ്പുറത്തേക്ക് ചെന്നിത്തലയെ കണ്ടിട്ടില്ല. അപ്പൊ ഒരു ഫൈറ്റർ എന്ന നിലയിലും ന്യൂനപക്ഷങ്ങളെ ഏറ്റവും അടുപ്പിച്ചു നിർത്തിയ ഒരാളെന്ന നിലയിലും VD സതീശന്റെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ, ഇരിക്കൂർ പോലെ ഒരു മണ്ഡലത്തിൽ, മലബാർ മണ്ഡലമാണ്, ഇരിക്കൂർ പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായി മാറും. ഈ നിർണായകമായി മാറുന്ന ആ വോട്ട് തനിക്ക് കിട്ടിയില്ല എങ്കിൽ അത് ഏകീകരിക്കാൻ ഈ KC വേണുഗോപാലിനെ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ KC വേണുഗോപാൽ അവിടെ വീഴും, അവിടെ തകർന്നു പോകും KC വേണുഗോപാൽ. പിന്നെ വീണ്ടും അവിടെ ഒരുപക്ഷെ അവിടെ നേട്ടം ഉണ്ടാകാൻ പോകുന്ന ഒരുപക്ഷെ ഇവിടുത്തെ നിലവിലുള്ള ഒരു സാഹചര്യം തന്നെ മാറി മറിഞ്ഞേക്കാം. എന്ന് വെച്ചാൽ അവിടെ ഒരു എന്താ പറയാ, ഒരു വോട്ടിനോ അല്ലെങ്കിൽ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലോ വല്ലതും ആണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ LDF അധികാരത്തിൽ കയറും, മൊത്തം ഉൾട്ടടിക്കും, നേരെ തലതിരിഞ്ഞു വരുന്നൊരു സാഹചര്യം ഇവിടെ കേരളത്തിലുണ്ടാവും. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതോടുകൂടി പറ്റുന്നൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ അടുത്ത പേരുദോഷം കൂടി KC വേണുഗോപാലിന് വീണ് കിട്ടും. ഒരുപക്ഷെ KC അങ്ങനെ മത്സരിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ MP സ്ഥാനം രാജിവെക്കാതെ മത്സരിക്കണം. ആലപ്പുഴയിൽ അദ്ദേഹത്തിന് MP സ്ഥാനം ഉണ്ടല്ലോ. അപ്പൊ അത് രാജിവെക്കാതെ മത്സരിച്ചില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറും. ഇപ്പൊ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ആരെയാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയ കൂട്ടത്തില്? K മുരളീധരനെ അല്ലേ? K മുരളീധരന്റെ അവസ്ഥ എന്തായിരുന്നു? K മുരളീധരൻ KPCC അധ്യക്ഷ സ്ഥാനം, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനം രാജിവെച്ചു. എന്തിനു വേണ്ടിയിട്ടാ? രാജി വെപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ കള്ളക്കളിയായിരുന്നു അത്.
കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് KPCC അധ്യക്ഷൻ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ സണ്ണി വക്കീൽ വന്നപ്പോഴത് പോയത്, അതിന്റെ ഒരു പവർ പോയത് അതോടുകൂടിയാണ്. അപ്പം മുരളീധരൻ വന്നിരിക്കുന്ന ഒരു സ്ഥാനം അതായിരുന്നു. എന്നിട്ട് മുരളീധരൻ എന്ത് ചെയ്തു? മുരളീധരനെ കൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചിട്ട് വൈദ്യുത വകുപ്പ് മന്ത്രിയായി ചുമതല കൊടുത്തു. സത്യപ്രതിജ്ഞ കഴിഞ്ഞു. നല്ല തന്ത്രമാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെടുന്നു. പരാജയപ്പെട്ട പിന്നെ എന്ത് സംഭവിച്ചു? അയാൾക്ക് ഉണ്ടായിരുന്ന മുരളീധരൻ ഉണ്ടായിരുന്ന എന്താ പറയാ സ്ഥാനം നഷ്ടപ്പെട്ടു. KPCC അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു. MLA ആയോ? അതുമില്ല. MLA ആകാത്ത ഒരാൾ അങ്ങനെ മന്ത്രിയായിട്ടിരിക്കും. മന്ത്രിസ്ഥാനവും പോയി. അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് നാറിപ്പോയ ഒരേ ഒരാളെ ഉള്ളൂ. അതായത് മന്ത്രിയായിരിക്കെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പരാജയപ്പെട്ടു പോയ ഒരേ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ എഴുതി വെക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെക്കും മുരളീധരൻ. അതിലേക്ക് തന്നെ ആയിരിക്കും ഒരുപക്ഷെ പിന്നെ KC വേണുഗോപാലിന്റെ പോക്കും. കാരണം ഈ രീതിയിലൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു എത്ര വലിയ കൊലകൊമ്പൻ നേതാവാണെങ്കിലും അവർക്ക് പരാജയപ്പെടുത്താൻ നിമിഷ നേരം അവരൊന്ന് വിചാരിച്ചാൽ മതി. ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ ഏകീകരിക്കപ്പെടില്ല ഇത്തവണ KC വേണുഗോപാൽ ഇരിക്കൂറിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ. കാരണം എന്താ? അവർ പിന്തുണയ്ക്കുന്നത് VD സതീശനെയാണ് എന്നുള്ളൊരു വസ്തുത ഈ പറയുന്ന KC വേണുഗോപാൽ അറിയുന്നില്ലയോ അല്ലെങ്കിൽ മറന്നിട്ടാണോ എന്നും അറിയില്ല.